വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗത്തിലെ 5-ാമത്തെ പാർട്ടാണ് ഈ എപ്പിസോഡ്. ഭഗവാൻ ഇവിടെ ചാതുർവർണ്ണ്യത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ അർജുനന് തുടർന്ന് നൽകുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഓരോരുത്തർക്കും നിയതമായി വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളെക്കുറിച്ച് വ്യക്തമാക്കി തന്നു. ഈ 4 വിഭാഗക്കാരും അവരവരുടെ സ്വഭാവത്തിനും സംസ്കാരത്തിനും അനുസരിച്ച് സ്വധർമ്മത്തെ ഈശ്വരനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്നും അങ്ങനെ ചെയ്യുന്ന കർമ്മം തന്നെ ഈശ്വരാരാധനയായി തീരും എന്നും പറഞ്ഞു തരുന്നു. ഈ വിധത്തിൽ കർത്തവ്യ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ മനസ്സിലെ വാസനകൾ സ്വയം ക്ഷയിക്കാൻ തുടങ്ങുന്നു. നദിയുടെ ഒഴുക്കിനനുസരിച്ച് നീന്തിയാൽ എളുപ്പത്തിൽ മറുകരയെത്താം എന്നുള്ളതുപോലെ മനസ്സിലെ വാസനകൾക്കനുസരിച്ചുള്ള നിയത കർമ്മങ്ങളെ ഈശ്വരസ്മരണയോടുകൂടി ചെയ്യുമ്പോൾ മനസ്സ് ശുദ്ധവും ശാന്തവുമായി ആത്മവികാസം നേടാൻ തുടങ്ങുന്നു. അതുകൊണ്ട് സ്വധർമ്മത്തെ ചെയ്യുന്നതാണ് ശ്രേയസ്കരം എന്നും അങ്ങനെ ചെയ്യുന്നവനെ പാപം ബാധിക്കുന്നതേയില്ല എന്നും ഭഗവാൻ പറഞ്ഞു തരും. സ്വന്തം സംസ്കാരത്തിനനുസരിച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾ അല്പം ദോഷമുള്ളതാണെങ്കിൽ പോലും ത്യജിക്കരുത് അർജുന എന്നും ഭഗവാൻ പറയുന്നു. സ്വന്തം കർമ്മങ്ങളെ അഹങ്കാരമോ ഫലേച്ഛയോ ഇല്ലാതെ ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ ഉള്ളിലെ വാസനകൾ കുറഞ്ഞ് ഒരു വിഷയത്തിലും ഒട്ടലോ ആഗ്രഹങ്ങളോ ഇല്ലാത്തവനായി മനഃശാന്തിയും മനഃശുദ്ധിയും നേടി നൈഷ്കർമ്മ്യസിദ്ധിയെ പ്രാപിക്കാം. അതായത് കർമ്മബന്ധമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കാം എന്ന് പറയുന്നു. ഈ നിലയിലെത്തിയവൻ വാസനാ മാലിന്യങ്ങളകന്ന് വിശുദ്ധമായ ബുദ്ധിയോടൊത്ത് ഇന്ദ്രിയ നിയന്ത്രണത്തോടുകൂടി മനസ്സിൽ നിന്ന് രാഗദ്വേഷങ്ങളകന്ന് ധ്യാന അവസ്ഥയിൽ എത്തിച്ചേരും. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മനാം നിയമ്യ ച ശബ്ദാദീൻ വിഷയാൻ ത്യക്ത്വാ രാഗദ്വേഷൗ വ്യുദസ്യ ച. ഇന്ദ്രിയങ്ങൾ വഴി മനസ്സ് വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമല്ല. അതിനാൽ വിഷയാഭിമുഖമായ മനസ്സിനെ ശാന്തമാക്കുവാൻ ഭഗവദ്ധ്യാനം വഴി മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കാൻ പരിശീലിപ്പിക്കുക. ഇങ്ങനെ പതുക്കെ പതുക്കെ മനസ്സ് ആത്മാവുമായി അടുത്ത് ആത്മസുഖം അനുഭവിക്കാൻ തുടങ്ങുന്നു. വിഷയവാസനകൾ സ്വയം മനസ്സിൽ നിന്ന് അകലും. മനസ്സ് വികസിക്കുന്നതിനനുസരിച്ച് കൂടുതൽ മൂല്യങ്ങളെ സാധകൻ വളർത്തിയെടുക്കേണ്ടതുണ്ട്. മിതമായ ആഹാരം, മനോവാക്ക് നിയന്ത്രണം ഇവയോടുകൂടി ഏകാന്തമായ ഇടത്തിൽ വസിച്ച് ആത്മാവിൽ മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനയോഗം പരിശീലിക്കണം. അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം ഇവയിൽ നിന്ന് നിവർത്തി നേടി ധ്യാനയോഗത്തിലൂടെ പ്രശാന്തചിത്തനും ശോകമോഹങ്ങൾക്ക് അതീതനുമായി തീരുന്നു. വിഷയങ്ങളിൽ വിരക്തി വന്നു കഴിഞ്ഞാൽ ഉള്ളിലെ പരമാത്മാവുമായി അടുത്ത് ഈശ്വരപ്രേമം വളർന്നു വരുന്നു. ഈ പരമപ്രേമമാകുന്ന ഭക്തി വർദ്ധിച്ചു വരും തോറും ഉള്ളിലെ ചൈതന്യം പരമാത്മ ചൈതന്യം തന്നെയാണെന്ന തിരിച്ചറിവും സാധകന് ലഭിക്കുന്നു. ഇങ്ങനെ അഹന്താമമതാഭാവങ്ങൾ അപ്രത്യക്ഷമായി ആത്മചൈതന്യം തെളിഞ്ഞ് പ്രകാശിക്കുന്നു. ഭക്ത്യാ മാമഭിജാനാതി യാവാനച്ഛാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഈ നിലയിലെത്താൻ ഭക്തൻ അവശ്യം പാലിക്കേണ്ട വ്യവസ്ഥ
എല്ലാ കർമ്മങ്ങളും എപ്പോഴും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവത് അർപ്പണമായി ചെയ്യുകയും അങ്ങനെ ജീവിത കർമ്മങ്ങളെ തന്നെ ലോകസേവയായി ഈശ്വരാരാധനയായി തീർക്കുകയും വേണം. മാനവസേവ മാധവസേവ തന്നെയാണ്. അതിലൂടെ ശാശ്വതവും അവ്യയവുമായ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നു. ഈശ്വരൻ്റെ സാന്നിധ്യത്തിലാണ് ഓരോരോ കർമ്മങ്ങളും നാം ചെയ്യുന്നത് എന്നറിഞ്ഞ് സദാ ഈശ്വരനെ സ്മരിക്കുക. മനസ്സും ബുദ്ധിയും ഈശ്വരനിൽ തന്നെ നിലനിൽക്കാൻ തുടങ്ങുന്നു. നിരന്തരമായ ഈശ്വര സ്മരണ കൊണ്ട് ജീവിതത്തിലെ പ്രതിബന്ധങ്ങൾ അവസാനിക്കും. ജനലുകളും വാതിലുകളും തുറക്കുമ്പോൾ സൂര്യപ്രകാശം മുറിയിൽ പ്രവേശിക്കുന്നത് പോലെ നമ്മുടെ ഞാനെന്ന അഹങ്കാരമാകുന്ന ഇരുൾ നീങ്ങി മനസ്സ് ശുദ്ധമായാൽ ഈശ്വരാനുഗ്രഹം നമ്മിൽ തെളിയും. ശുദ്ധ മനസ്സിൽ ഉള്ളിലെ അന്തരാത്മാവ് തെളിഞ്ഞ് പ്രകാശിച്ച് നമ്മെ ധാർമ്മികമായ പാതയിൽ നയിച്ച് മുക്തിപദത്തിൽ എത്തിക്കും. സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യുപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. അർജുന, മനസ്സുകൊണ്ട് സർവകർമ്മങ്ങളും എന്നിൽ അർപ്പിച്ച് എന്നെ തന്നെ പരമലക്ഷ്യസ്ഥാനമായി മനോബുദ്ധികളെ സദാ എന്നിൽ ഉറപ്പിക്കുക. ആത്മനിയന്ത്രണത്തോടുകൂടി ലോക നന്മയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക. ഇത് തന്നെയാണ് ഏറ്റവും ശ്രേയസ്കരമായ മാർഗം എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. ഭഗവാൻ തുടർന്ന് പറയുന്നു, അവിവേകവും അഹങ്കാരവും കൊണ്ട് വിഷയാസക്തിയിൽ മയങ്ങുന്നവൻ തെറ്റായ ജീവിതപാതയിൽ സഞ്ചരിച്ച് നശിച്ചു പോകും എന്ന താക്കീതും ഭഗവാൻ നൽകുന്നു. അതിനാൽ അർജുന, ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്തസതതം ഭവാം. തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.